നാം ആരെക്കുറിച്ച്? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ എന്ന് പാടി ആരാധിക്കുന്നു. അവനെ ഓർത്ത് ഇന്ന് നാം പറയുന്നു, അവൻ മാറാത്തവനാ. നമുക്ക് വേണ്ടി ജഡമെടുത്തവൻ, കഷ്ടമനുഭവിച്ചവൻ, രക്തം ചിന്തിയവൻ, അവസാനത്തുള്ള രക്തം വരെയും നമ്മുടെ വിടുതലിനായി കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ കർത്താവ്. അതവന്റെ അവസാനമേ അല്ല. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ മഹാപുരോഹിതൻ, അവനെക്കുറിച്ചുള്ള ഓർമ്മയിൽ എപ്പോഴും നാം ബലമനുഭവിക്കുക. മാറത്തില്ല അവനൊരിക്കലും, കൈവിടത്തില്ല അവനൊരിക്കലും, ഉപേക്ഷിക്കത്തില്ല അവനൊരിക്കലും, കണ്ടിട്ട് കാണാത്തതുപോലെ അവൻ പോകത്തില്ല. ആ നമ്മുടെ നല്ല രക്ഷകനെ ഇന്ന് പകൽ ഒരുമിച്ച് ആരാധിപ്പാൻ അവൻ നമുക്ക് നൽകുന്ന ഈ വലിയ ഭാഗ്യത്തിനായിട്ട് നമ്മുടെ രക്ഷകൻ ഏറെയേറെ സ്തോത്രം. എല്ലാവർക്കും വന്ദനം പറയുന്നു. ആരാധനാലയത്തിലായിരിക്കുന്നവർക്ക് വന്ദനം. ഭവനങ്ങളിലും മറ്റ് വിദൂര ഇടങ്ങളിലും ആയിരുന്നു കൊണ്ട് ഈ വിശുദ്ധ ആരാധനയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നമുക്ക് ഈ വലിയ പദവി, വലിയ കൃപ തൻ്റെ സന്നിധിയിൽ നൽകുന്നതിനായിട്ട് ദൈവത്തിന് ഏറെയേറെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അതിഥികളായി പലരുണ്ട്, കുടുംബാംഗങ്ങളായി പലരുണ്ട്. കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും ഇവിടെ ഇല്ലാത്ത കുടുംബാംഗങ്ങൾ, എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പേര് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് പുണ്യസമയമെടുക്കാം. എന്നാൽ എല്ലാവരോടും ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഈ നല്ല പദവി കർത്താവ് ഈ പകൽ നമുക്ക് നൽകുന്നതിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാണല്ലോ കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ നമുക്ക് ഇടയായത്. സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ഞായറാഴ്ചത്തെക്കാട്ടിൽ കൂടുതൽ സമയം ഇപ്പം ലഭിക്കാറുള്ളത് കൊണ്ട് രണ്ടാമത് ആ അധ്യായത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ച് എനിക്ക് ഡിബേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞത് കൂടാതെ കുറേയേറെ കാര്യങ്ങൾ അധ്യായത്തിൽ നിന്നും പൊതുവായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ആ 1-ാം അധ്യായത്തിലെ ചിന്ത വിടാം. ആ അധ്യായം മുഴുവൻ നാം കഴിഞ്ഞ ആഴ്ച വായിച്ചതാണല്ലോ. അതുകൊണ്ട് ഇന്നത് വായിപ്പാനായി സമയമെടുക്കുന്നില്ല. 21 വാക്യങ്ങളുള്ള അധ്യായം. ഇന്നലെ 21-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. എന്നാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പറയുന്നതിന് മുൻപ് ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം നന്നായിട്ട് നമുക്കെല്ലാം അറിയാം. ചെറുപ്രായം മുതലേ നാം കേട്ട് വായിച്ച് ഉൾക്കൊണ്ടിരിക്കുന്ന അധ്യായമാണ്. യെഹോയാക്കീം രാജാവിൻ്റെ കാലത്ത് യഹൂദ ജനത്തിൻ്റെ 1-ാം ബാബിലോണ്യ പ്രവാസം ഉണ്ടായി. ഒരുപാട് ആളുകളെ താൻ പിടിച്ചുകൊണ്ടുപോയി. പട്ടണത്തിന് കേടുപാടുകൾ വരുത്തിയില്ല, ആലയത്തിന് കേടുപാടുകൾ ആ സമയത്ത് വരുത്തിയില്ല. അന്ന് പിടിക്കപ്പെട്ടുകൊണ്ട് പോയവരുടെ കൂട്ടത്തിൽപ്പെട്ട ആ പ്രമുഖരെ ആണ് യെഹെസ്കേൽ പ്രവാചകൻ, ദാനിയേല്, പിന്നെ തന്നോടൊപ്പമുള്ള ആ 3 ചെറുപ്പക്കാര്, വേറെ ധാരാളം ആളുകൾ. നാം അവരവിടെ ചെന്ന സമയത്ത് ജീവിതം ആരംഭിച്ച ആരംഭകാല ഘട്ടത്തിൽ അവിടുത്തെ രാജാവ് ഈ ചെറുപ്പക്കാരെ വേർതിരിച്ച് അവരെ പരിശീലിപ്പിച്ച് തൻ്റെ രാജ്യസേവയ്ക്ക് പ്രാപ്തരാക്കുന്ന പ്രക്രിയ, അതാ 1-ാം അധ്യായത്തിലെ ഉള്ളടക്കം. അപ്പം അവിടെ ദാവീദും തന്നോടൊപ്പമുള്ള ആളുകൾ 3 പേര് അവരെ ഒരുമിച്ച് തീരുമാനിക്കുന്നു. രാജാവിൻ്റെ ഭക്ഷണത്തിനും പാനീയത്തിനും അവരുടെ ആത്മീയതയോടുള്ള ബന്ധത്തിലൊരു അപാകതയുണ്ട്. അതുകൊണ്ട് തങ്ങളെ തന്നെ ആ ആഹാരം കൊണ്ട് അശുദ്ധമാക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവികമായിട്ടുള്ള വിടുതൽ ആ സാഹചര്യത്തിൽ അവരനുഭവിക്കുന്നു. അതാണ് അധ്യായത്തിലെ ഉള്ളടക്കം. നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന അധ്യായമാണ്. അതുകൊണ്ട് അവിടെ നിന്നും പൊതുവായി കുറേ കാര്യങ്ങൾ പറയാം. എന്നാൽ ആ പൊതുക്കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ആ 21-ാം അധ്യായ വാക്യത്തിലെ കണ്ണുകളൊന്നും നിൽക്കട്ടെ. ദാനിയേലോ
കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, ആവർത്തിക്കുക. സത്യത്തിൽ എഴുത്തുകാരൻ ഇത് പുസ്തകത്തിൻ്റെ അവസാനം എഴുതേണ്ടിയേ. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ ആമുഖം അത് ആമുഖമാണല്ലോ. ആ ആമുഖത്തിൻ്റെ അവസാനത്തിൽ തന്നെ ദാനിയേലിനെ കുറിച്ച് എഴുതുമ്പോൾ താനെ വായനക്കാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു വാചകം പറയുന്നു. താൻ ദീർഘകാലം ജീവിച്ചിരുന്നു. സ്തോത്രം. എപ്പോഴാ താൻ യെരൂശലേമിൽ നിന്ന് വന്നിരിക്കുന്നത്? നെബൂഖദ്നേസറിൻ്റെ കാലത്താണ്. ഇസ്രായേലിൻ്റെ പ്രവാസകാലം 70 വർഷമാണ്. ആ പ്രവാസകാലം കഴിയാറായ കാര്യം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കി താൻ പ്രാർത്ഥിച്ച കാര്യം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം കുറഞ്ഞത് താൻ മരിച്ചതായിട്ട് ഇവിടെ രേഖയില്ല. കുറഞ്ഞത് അധികാര സ്ഥാനങ്ങളിൽ ചക്രവർത്തിമാരോടൊപ്പം രാജ്യഭരണത്തിൽ ഇദ്ദേഹം കുറഞ്ഞത് 70 വർഷം ആമേൻ ദൈവത്തിന് സ്തോത്രം സേവ ചെയ്തു. ദൈവത്തിന് മഹിമ. ഞാൻ ഇതറിയാവുന്ന കാര്യമെങ്കിലും ഇവിടെ ഈ നമ്മുടെ ഈ ചിന്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് ഹൃദയത്തെ അത് ഏറെ സ്പർശിപ്പാനായിട്ടിടയായി തീർന്നേ. ചെറുപ്രായത്തിൽ ടീനേജറായിരുന്ന സമയത്തായിരിക്കും താനെ മറ്റുള്ളവരോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത്. തൻ്റെ ഒരുക്കം ഒരു 20 വയസ്സൊക്കെ ആയപ്പം പൂർത്തീകരിച്ചു വന്ന് അങ്ങ് അനുമാനിക്കുക. സ്തോത്രം. എന്നാൽ കുറഞ്ഞത് 20 വർഷക്കാലം താൻ വലിയ അധികാര സ്ഥാനങ്ങളിലിരുന്നു. ദൈവത്തിന് സ്തോത്രം. 4-8 വർഷം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ, അവരെ ചരിത്രം എത്ര വലുതായിട്ടാണ് ഓർക്കുന്നേ. ഇവിടെ ഒരു മനുഷ്യൻ ബാബിലോണിയ സാമ്രാജ്യത്തിലും പേർഷ്യൻ മേദ്യ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരോടും ചക്രവർത്തിമാരോടും ഒപ്പം 70 വർഷക്കാലം. നമുക്കറിയാം, നാം പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ദാനിയേലിൻ്റെ ഉയർച്ച നമുക്കറിയാം, തൻ്റെ ഭാരങ്ങൾ അറിയാം, പീഡനങ്ങൾ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തനിക്ക് ഇങ്ങനെ വർദ്ധിക്കുവാൻ തനിക്ക് ദൈവത്താൽ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ അത് വളരെ ചിന്തിപ്പിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആ വഴിയിൽ നടത്തിയാൽ ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെന്ന് പറയുവാനുമുള്ള ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാരായ നമ്മളെ നമ്മുടെ തലമുറകൾക്ക് മുമ്പ് തന്നെ നാം ആയിരുന്ന സമയത്ത് നാം ജീവിക്കുന്ന സമൂഹത്തോട് മുഴുവനായി കട്ട് ഓഫ് ചെയ്ത് വേർപാടിൻ്റെ ഉപദേശത്തെയോ ആവശ്യത്തെയോ മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്ന ഒന്നും തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുഴുവനായി കട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അങ്ങേ മാറ്റി നിർത്തിയ ഒരു കാലഘട്ടമുണ്ട്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിയ കരുതല്, ചിലയിടത്തൊക്കെ ചെയ്യാൻ ശ്രമിച്ച വലിയ വങ്കത്തരങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്. എന്നാൽ നമ്മളെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണം, ദൈവം വേർതിരിച്ച് ദൈവത്താൽ ആക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്ന ജീവിതങ്ങളെ ഏത് മണ്ഡലങ്ങളിലും ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വക്കീൽ പണി ആണെന്ന് കേട്ട നമ്മുടെ നാട്ടിൽ ആരും പെന്തക്കോസുകാരനായിട്ട് പിന്നെ അംഗീകരിക്കത്തില്ലായിരുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് പേര് ലോയേഴ്സ് ഉള്ളതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ നന്നായി നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, പാസ്റ്റർ ആയില്ലായിരുന്നു ലോയർ ആയിരുമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞാകുമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നല്ല 2 ഉറ്റ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരാളെ സമീപസമയത്ത് മരിച്ചു, മറ്റേയാൾ ഇപ്പോഴും എറണാകുളത്ത് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നാം ചിന്തിച്ചിരുന്നത് അത് ദൈവമക്കൾക്ക് യോജിക്കുന്നതല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ഉത്തരവാദിത്വം നമുക്ക് ചേരുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകം ഈ വെളിച്ചത്തിൽ ദൈവമക്കൾ എല്ലാവരും വായിക്കണം. കർത്താവിന് സ്തോത്രം. തന്നെ ദൈവം വേർതിരിച്ച് ഒരുക്കി ദൈവത്തിൻ്റെ വഴിയിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് കർത്താവിന് സ്തോത്രം. നിങ്ങൾ നോക്കണം, 70-ലധികം വർഷം ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ വലിയ കാലഘട്ടങ്ങളിലും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പുരുഷനായി നിന്ന്
കർത്താവിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് ആമീൻ ദൈവത്തെ ആരാധിക്കുന്നതിന് ജീവൻ ആപത്തിലായപ്പോഴും സിംഹത്തിന്റെ ഗുഹയിൽ എറിയപ്പെട്ട സാഹചര്യം വന്നപ്പോഴും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്ന് ഹല്ലേലൂയ രാജ്യഭരണം നടത്തുന്നതിന്റെ ഭാഗമായി തീരുവാൻ തനിക്കിടയായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമീൻ, ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊള്ളുക. ദൈവത്തിന് ആരെ ഉപയോഗിക്കാം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രാർത്ഥന, കർത്താവിന് സ്തോത്രം. ആമീൻ. എനിക്ക് എൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ പിന്നെ ലീനിങ്സ് ഉണ്ട്. അത് പിന്നെ അത് വെളിപ്പെടുത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞാൻ പുൾപിറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ്. എങ്കിലും അടുത്ത സമയത്ത് ഒരാളെ ഞാൻ കേൾക്കാതെയും പറഞ്ഞു ഞാനൊരു മോഡറേറ്റ് ഇന്നവരാണെന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിച്ചു. അപ്പം പൊളിറ്റിക്കൽ ലീനിങ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന് മഹത്വം. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന, ആമീൻ, നമ്മുടെ അധികാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ദൈവത്താൽ ആക്കപ്പെടുന്നവരെ ആകാവൂ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. എൻ്റെ രാഷ്ട്രീയ താല്പര്യം എന്തുവാകട്ടെ, എൻ്റെ സാമ്പത്തിക തത്വശാസ്ത്രം എന്തുവാകട്ടെ, ആമീൻ, ഇമിഗ്രേഷനോടുള്ള ബന്ധത്തിൽ എൻ്റെ താല്പര്യം എന്തുവായിക്കൊള്ളട്ടെ, ആമീൻ, അതിനെല്ലാം നമുക്ക് വ്യത്യാസമുണ്ടാകാം. എന്നാൽ ഉയരത്തിലെ ദൈവം രാജാക്കന്മാരെ ആക്കി വെക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്താൽ ആക്കപ്പെടുന്ന ഒരുവൻ ഭരണസിരാ കേന്ദ്രത്തിൽ വരണം. അത് നമ്മുടെ ആമീൻ മേയർ സ്ഥാനം മുതൽ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അത് സിൻസിയർ പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായാലും അല്ലെങ്കിലും ആമീൻ ദൈവത്താൽ ആക്കപ്പെടുന്ന ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. ഈ വർഷം ആമീൻ നമ്മുടെ രാജ്യം ഇവിടെ ആമീൻ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമല്ലോ. അടുത്ത വർഷത്തെ ജനുവരി മുതൽ ആരംഭിക്കുവാൻ ഭാരത രാജ്യത്തിൽ ഇലക്ഷൻ നടക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. സിൻസിയർ ആയിട്ടുള്ള പ്രാർത്ഥന. ഉയരത്തിലെ ദൈവമേ, നീ ആക്കപ്പെടുന്ന ആളുകളെ രാജ്യം ഭരിക്കുവാൻ ഇടയാകുമാറാകണം. ആമീൻ. പീഡനം ഉണ്ടായാലും, സുവിശേഷത്തിന് സ്വാതന്ത്ര്യം കുറഞ്ഞാലും, ഇക്കോണമി വ്യത്യസ്തമായിട്ട് പോയാലും ദൈവം രാജ്യങ്ങളെ നിയന്ത്രിക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിന് നേരത്തിലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. സിൻസിയറായിട്ടുള്ള എൻ്റെ പ്രാർത്ഥന. വേദപുസ്തകം പ്രസംഗിക്കുന്നയാള്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ദാസൻ എന്ന രീതിയിലുള്ള പ്രാർത്ഥന. ആമീൻ. കർത്താവെ, കഴിയുമെങ്കിൽ ഈ രാജ്യത്തെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ആമീൻ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ വൈറ്റ് ഹൗസ് തുടങ്ങി താഴോട്ട് വീണ്ടും ജനനം പ്രാപിച്ച ഒരാള് അധികാരസ്ഥാനത്ത് വരണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എത്ര പേരെ ആമീൻ വീണ്ടും ജനനം പ്രാപിച്ച് യേശുവിന്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നവരെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് നമുക്കറിയത്തില്ല. എങ്കിലും എൻ്റെ സിൻസിയർ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ അതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ദാനിയേലിന്റെ പുസ്തകം 1-21 വാക്യം ആമീൻ വല്ലപ്പോഴുമേ നമ്മൾ ഓർമ്മയിൽ വരത്തുള്ളല്ലോ. എങ്കിലും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാനിയേലിനെ പോലെ ദൈവപുരുഷന്മാരെ അധികാര കേന്ദ്രങ്ങളിൽ ഉയരത്തിലെ ദൈവമേ നീ ആക്കി വയ്ക്കുമാറാകണമേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിന് നിരത്തിലുണ്ടാകട്ടെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വ് പുലർത്തി ആമീൻ ഈ സ്റ്റേജിൽ നിന്നോ നമ്മുടെ സഭയുടെ ഏതെങ്കിലും രീതിയിലോ പ്രവർത്തിക്കത്തില്ല എന്ന് ഈ സ്റ്റേറ്റിന് എഴുതി കൊടുത്തും വെച്ചാൽ നമ്മളിവിടെ ഇൻകോർപ്പറേറ്റഡായി. ആമീൻ. IRS ഇപ്പോൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ആളുകൾക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയ ചായ്വുണ്ടായേക്കാം. എന്നാൽ ഒരു കൂട്ടമായിട്ട് നമുക്കൊരു രാഷ്ട്രീയ ചായ്വില്ല. ഈ പുൾപിറ്റ് ഞാനോ എൻ്റെ വേലക്കാരോ രാഷ്ട്രീയത പറയുവാൻ ഉപയോഗിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വചനം അത് വിളിച്ചറിയിക്കുവാൻ ആമീൻ നമ്മൾ പുൾപിറ്റ് ഉപയോഗിക്കും. എൻ്റെ ദൈവത്തിൻ്റെ ഹിതമിതാണ് എന്ന് വിളിച്ചറിയിക്കുവാൻ ആമീൻ നമ്മുടെ പുൾപിറ്റ് ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹിമ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തട്ടെ. കർത്താവിന് മഹിമ. ഹല്ലേലൂയ. ആമീൻ. ദൈവം ചിലരെ വേർതിരിക്കട്ടെ. ചില ദാനിയേലുമാരെ എല്ലാ രാജ്യങ്ങളിലും ദൈവം ഉയർത്തുവാൻ ദൈവത്തോട് നമുക്ക് സിൻസിയറായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. അടുത്ത ഭാഗം സ്ലൈഡ് 24. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാചകം. അടുത്ത സ്ലൈഡ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. ഈ അധ്യായത്തിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന വലിയ കാര്യം ഇക്കാര്യമാണ്. സ്തോത്രം. വലിയ സാഹചര്യത്തിലായി എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല.
പക്ഷേ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആ ഉൾക്കാഴ്ചയുണ്ടായി, എൻ്റെ തമ്പുരാനെ സ്തോത്രം, ഓർക്കാതെ ഇവിടെ ഒന്നും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. എന്തോ വിചാരിച്ച് ഇവിടെ പോയേക്കുന്നത്? അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയിരിക്കുക. ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പൊന്നും ഉണ്ടാകുമെന്ന് ഈ യാത്രയിലൊന്നും ഇവരാരും വിചാരിച്ച് കാണത്തില്ല. സ്തോത്രം. എന്നാൽ ഇപ്പോഴേ നറുക്ക് വീണതുപോലെ, നറുക്ക് വീണത് എങ്ങനെ തിരഞ്ഞെടുത്തെന്ന് അറിയത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ലോട്ടറി അടിച്ചതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടേക്കുക. വലിയ സാധ്യതയാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന് നടുവിലായിരിക്കുമ്പോഴും തങ്ങളുടെ ഉള്ളങ്ങളോട് പറഞ്ഞു, എൻ്റെ ദൈവത്തെ ഓർത്തേ ഇവിടെയും എന്തും ചെയ്യാം. കർത്താവിന് സ്തോത്രം. ദൈവത്തെ മാനിച്ച് നിലപാടെടുത്തപ്പോൾ ദൈവത്തിന് സ്തോത്രം എന്തൊക്കെയാ സംഭവിച്ചത് നമുക്കറിയാം. വെല്ലുവിളികളുണ്ടായി അവർക്ക്. ഇത് ആ അധ്യായം കൊണ്ട് അവസാനിക്കുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. ബിംബത്തെ ആരാധിക്കുന്ന കാര്യം വന്നപ്പോൾ, പിന്നെ ദാനിയേലിന് മാത്രം എതിരായിട്ട് പോര് വന്നപ്പോൾ, താൻ സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെട്ടപ്പോൾ, ഇവിടെ എല്ലാം ഈ വെല്ലുവിളികളുണ്ട്. ആ പുസ്തകം ഉടനീളം ദൈവത്തിന് സ്തോത്രം ദൈവത്തെ ഓർത്ത്, ദൈവത്തെ മറക്കാതെ നിലപാടെടുക്കുന്ന ദൈവദാസന്മാരുടെ ചരിത്രമാണ്. കർത്താവിന് സ്തോത്രം. അവിടെ ഒന്നും പറയുവാനൊക്കെ ഏറ്റവും നല്ല വാചകമാണ്, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഞാൻ വിചാരിച്ച ഈ വാചകം വേദപുസ്തകത്തിൽ ഇതുപോലെ ഉണ്ടെന്നാ, കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇത് ഒരുപാടിടത്തുണ്ടെന്നാണ് വിചാരിച്ച്, അതും സാധിച്ചില്ല. സ്തോത്രം. ഇത് ഇവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? നെക്സ്റ്റ് സ്ലൈഡ്. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ കർത്താവ് പ്രവാചകൻ മുഖാന്തരം ഏലി പുരോഹിതനോട് സംസാരിക്കുന്ന സംസാരത്തിൽ നിന്നാണ് ഈ വാചകം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടുത്തെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. ഏലിക്ക് വന്ന വീഴ്ച, തൻ്റെ മക്കൾ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ. സ്തോത്രം. താൻ മക്കളെ ശാസിച്ചു, അല്ലെങ്കിൽ ശാസിച്ചെന്ന് പറയുമ്പം വഴക്ക് പറഞ്ഞു. അതിനപ്പുറത്ത് തൻ്റെ ദുഃഖം താൻ പറഞ്ഞു. എന്നാൽ തനിക്ക് നിലപാടെടുക്കാം, താനൊരു നിലപാടെടുത്തില്ല. സ്തോത്രം. തൻ്റെ അധികാരത്തിലുള്ളതാ. ഈ വ്യഭിചാരികളായ മക്കളെ ആലയത്തിനകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്ന അവരുടെ ഓരോ പ്രവൃത്തികൾക്കും അറുതി വരത്തക്ക രീതിയിൽ അവർക്ക് പൗരോഹിത്യം തടയുന്നത് ഒക്കെ ഏലി പുരോഹിതന്റെ കൈകളിലുള്ളതാ. പക്ഷെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രവാചകൻ വന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദമായി, നീ എന്നെക്കാട്ടിലധികമായി എൻ്റെ മക്കളെ മാനിച്ചതുകൊണ്ട്, നിന്റെ മക്കളെ മാനിച്ചത് കൊണ്ട് കർത്താവിന് സ്തോത്രം, ഞാനിതാ നിന്നോട് ചെയ്യാൻ പോകുന്നു. ആ കോണ്ടെക്സ്റ്റിലാ ഈ വാചകം ദൈവത്തിന്റെ വചനത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ ഒറ്റ വാക്യം മാത്രം നമുക്ക് വായിച്ചു നോക്കാം. ആകയാൽ ഇസ്രായേലിന്റെ യഹോവ, പേര് പറയപ്പെടാത്ത ഒരു പ്രവാചകൻ എവിടെ നിന്നോ അയക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ഇങ്ങനെ കുറെ പ്രവാചകന്മാരുണ്ട്, പേരും മേൽവിലാസം ഒന്നും പറയാതെ ഒരു ദൈവപുരുഷൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം മാത്രം പരാമർശിക്കപ്പെട്ട് അയക്കപ്പെട്ടു വന്ന് ദൈവത്തിന് ദൂത് വിളിച്ചറിയിക്കുന്ന ഹല്ലേലൂയ പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിര ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അയ്യോ, എന്റെ ഹൃദയത്തിന്റെ പ്രാർത്ഥന, എന്റെ വലിയ ദാഹം ദൈവത്തിന്റെ സഭയിൽ ഹല്ലേലൂയ ഈ കാലങ്ങളിലും ഈ പേരില്ലാത്ത കുറെ പ്രവാചകന്മാര് അയക്കപ്പെട്ടവരായി അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന്, വലിയ വാസസ്ഥലങ്ങളിൽ കടന്നു ചെന്ന്, ഹല്ലേലൂയ വലിയ നേതൃത്വ നിരകൾ കടന്നു ചെന്ന്, യഹോവ ഇപ്രകാരം നിന്നോട് പറയുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൂത് വിളിച്ചറിയിച്ചെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്ന ഈ മക്കളെ, ഹല്ലേലൂയ, എല്ലാവരുടെയും പ്രാർത്ഥന അതാകട്ടെ. പറയാൻ ഞാൻ ഒരുങ്ങി വന്നതല്ലാതെ. പക്ഷെ നിങ്ങൾക്കറിയാം, കർത്താവിന് സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. നീ എവിടെങ്കിലും പോയിട്ട് വിളിക്കപ്പെട്ട് യോഗത്തിന് ശുശ്രൂഷിച്ചിട്ട് അവിടെ ചെന്നിട്ട് അന്ധകാരമാണ് അവിടെ നിന്ന് പറഞ്ഞിട്ട് പറയാവുന്ന രീതിയിലുള്ള ദൂതും പറഞ്ഞും വെച്ച് കയ്യിൽ കിട്ടിയതും കൊണ്ട് പോകുന്നതാകരുത്. ദൈവത്താൽ അയക്കപ്പെടുന്നവന് ശുശ്രൂഷ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഒരാളെന്റെ മനസ്സിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാപത്താൽ നിബിഡിതമായ, ദുഷ്ടതയാൽ നിബിഡിതമായ ഒരിടത്ത് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടു. വിളിച്ചയാള് ദുഷ്ടതയിലും അധർമ്മത്തിലും ജീവിക്കുന്നതാണെന്നറിയാം. അവിടെ എല്ലാം ശുശ്രൂഷ കഴിഞ്ഞ് പോയിട്ട് അടുത്ത കൂട്ടുകാരനോട് പറഞ്ഞ അവിടെ ആകെ അന്ധകാരമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചോദ്യം,
അദ്ദേഹവും ഞാനും കൂട്ടുകാരൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പറഞ്ഞതുമല്ല. എൻ്റെ കൂട്ടുകാരനോട്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടിനോട് അദ്ദേഹം പറഞ്ഞ എൻ്റെ ചോദ്യം, നീ അവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് നിന്നെ വിളിച്ച ദൈവദാസനോട് പറഞ്ഞോ, ദൈവദാസ ഇവിടെ വന്ന് കാല് കുത്തിയ സമയം മുതൽ ഇവിടെ ആകെ അന്ധകാരമാ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്ധകാരം ഉള്ളം നിനക്ക് തോന്നുന്നിടത്ത് അന്ധകാരമെന്ന് പറയുവാനുള്ള ആത്മനിയോഗം നിനക്ക് വേണം. ദൈവത്തിന് സ്തോത്രം, ആത്മധൈര്യം നിനക്ക് വേണം. ദൈവസന്നിധിയിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണമേ, അയക്കുമാറാകണമേ. പ്രവാചകൻ പറയുന്ന വാക്കുകളാ, സ്തോത്രം, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു, നിശ്ചയം. കർത്താവ് എങ്ങനെയാ പറഞ്ഞേ? സ്തോത്രം, നിത്യം പരിചയിക്കും. ഐ പ്രോമിസ് that your house and the house of your father should go in and out before me forever. തമ്പുരാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫോർ എവർ എല്ലാം ഫോർ എവർ ആണെന്ന്, അതങ്ങ് നിത്യമാണ്. ദൈവം അങ്ങനെ അങ്ങ് പറഞ്ഞേക്കുന്നതുകൊണ്ട് എന്തോ സംഭവിച്ചാലും അത് നടക്കും എന്ന് ദൈവമക്കൾ ചിന്തിക്കരുത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്ത്യയിലെ വളരെ 80കളിലോ 70കളിലോ പഠിക്കുന്ന കാലത്ത് ഇവിടെ ഡാളസിലെ ഒരു പേരുള്ള ഒരു വലിയ മനുഷ്യൻ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ തിയോളജി ബേസിക്കലി ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ദൈവം നിറവേറ്റും. ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ ഭാവിയെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ആമേൻ, കർത്താവ് എത്രയോ എടുത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുക, സ്തോത്രം, അവരോടുള്ള ദൂത്. പക്ഷെങ്കിൽ ഉയരത്തിലെ ദൈവം നിനക്ക് എന്നേക്കുമെന്ന് പറയുമ്പം കർത്താവിന് മഹിമ. സ്തോത്രം, ഡു നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ദൈവത്തിന് മഹിമ. കഴിഞ്ഞ ദിവസവും ഏതോ ഒരു കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡു നോട്ട് ടേക്ക് ഗോഡ്സ് ഗ്രേസ് ഫോർ ഗ്രാൻഡഡ്. ദൈവത്തിൻ്റെ കൃപ അതിനെ ഗ്രാൻഡഡ് ആയിട്ട് നാം ആരും കണക്കാക്കരുത്. അതുണ്ടല്ലോ, എപ്പോഴും കൈനീട്ടി എടുക്കാം എന്ന് നമ്മളാരും വിചാരിക്കരുത്. നൽകപ്പെട്ടാലേ ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്കുള്ളൂ, വ്യാപാരമുള്ളൂ. ദൈവം നമ്മളോടും നമ്മുടെ തലമുറകളോടും നമ്മുടെ സഭയോടും ആമേൻ വ്യക്തിപരമായും എല്ലാം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ മറവിൽ മറഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നീയെ വിചാരിക്കരുത് നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു, നിശ്ചയം. തമ്പുരാൻ തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. സ്തോത്രം, ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്തു. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ ദൈവം, നേരത്തെ നീയും നിന്റെ തലമുറകളും എൻ്റെ സന്നിധിയിൽ എന്നും ശുശ്രൂഷ ചെയ്യുമെന്ന് നിത്യമെന്ന് പറഞ്ഞ ദൈവം എന്നെ വിട്ടേക്കുക. സ്തോത്രം, നിന്നോട് പറയാൻ എൻ്റെ നാവല്ലത് പറയുന്നേ, ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്. സ്തോത്രം, ദൈവത്തിൻ്റെ ദൂത് ഞാൻ പറയുമ്പോഴും ഇവിടെ ഉള്ള സ്തോത്രം ഒരാൾ സാക്ഷ്യത്തിൽ കൂടെ പറയുമ്പോഴും പാട്ടിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും പറയുമ്പോഴും ദൈവശബ്ദത്തെ ദൈവശബ്ദമായിട്ട് തിരിച്ചറിയണം ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറയുന്ന വാക്കുകൾ അങ്ങനെ ഒരിക്കലും ആകയില്ല. ഞാൻ എങ്ങനെ പറഞ്ഞു, പക്ഷേ ഇനിയും അങ്ങനെ സംഭവിക്കത്തില്ല. എന്ത് പറഞ്ഞും വെച്ച് തമ്പുരാൻ പറയുകയാ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് കിട്ടിയതാ. ഗോഡ് വിൽ ഓണർ ദോസ് ഹു വിൽ ഓണർ ഗോഡ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. എന്നിട്ട് അതിനോട് ചേർന്ന് കർത്താവ് പറയുക, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എനിക്ക് അവിടുത്തെ ഇംഗ്ലീഷ് ഒത്തിരിയോട് ഇഷ്ടമാണ്. സ്തോത്രം, those who honor me I will honor and those who despise me shall be lightly esteemed. പറഞ്ഞാ നീ ഒന്നുമില്ലാത്തവനായി പരിഗണിക്കപ്പെടും, നീ നിസ്സാരനായി എണ്ണപ്പെടും. കർത്താവിന് സ്തോത്രം. നിനക്കെല്ലാം ഇപ്പോൾ ഉണ്ട്, വലുതെല്ലാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നീ ദൈവത്തെ ഓർക്കാതാണെങ്കിൽ ദൈവം നിന്നെ മറക്കും. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുന്ന വാക്ക് നോക്കണം, ഇംഗ്ലീഷിൽ ഫാർ ബി ഇറ്റ് ഫ്രം മീ. ദൈവത്തിന് സ്തോത്രം. അതിനെ അങ്ങനെ ഒരിക്കലും ആകയില്ല എന്ന് മലയാളീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, അങ്ങനെ സംഭവിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ മാനിക്കുവാൻ
നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം. ഇവിടെ ഏലിക്ക് സംഭവിച്ചത് മക്കളെ പേടിച്ചു. എൻ്റെ ചിന്ത ഏതാ? അവരെ പേടിച്ചത്, അവരെ മാനിച്ചു. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ തമ്പുരാന പ്രധാനപ്പെട്ടത്, കുടുംബം പ്രധാനപ്പെട്ടതല്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നാം നിൽക്കേണ്ടത്. ദൈവത്തെ ഓർത്തെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഭാഷയ്ക്കൊരു കുഴപ്പമില്ല. സ്തോത്രം. എങ്കിലും ഞാൻ ഈ ഭാഗം ധ്യാനിച്ച സമയത്ത് എൻ്റെ ഉള്ളത്തിൽ വന്ന വാക്ക്, ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നോടും ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ എല്ലാം നടുവിൽ എൻ്റെ ദൈവത്തെ നമ്മൾ എത്രമാത്രം ഓർക്കാറുണ്ട്? കർത്താവിന് സ്തോത്രം. സംസാരത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇച്ചിരി ഓടിച്ചു പോവും വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കോപം, സ്തോത്രം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ എഴുത്തുകൾ, നാം ഉറപ്പില്ലാതെ പരസ്യപ്പെടുത്തുന്ന വാക്കുകൾ, സ്തോത്രം, നമ്മുടെ ആക്രമണങ്ങൾ, സ്തോത്രം, അസത്യമാണെന്ന് അറിഞ്ഞിട്ടും നാം സത്യം പോലും പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്തോത്രം, ആമീൻ, ദൈവത്തിൻ്റെ കൂടെ നിന്ന് ദൈവത്തിന് സ്തോത്രം നിശബ്ദരായി ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയെല്ലാം വരുമ്പോൾ എൻ്റെ ദൈവത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്കാണേലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അന്ന് പറഞ്ഞ ഇന്നും ആവർത്തിക്കുന്നു, ആരെക്കാട്ടിലും മെച്ചമാണെന്ന് ഒരു ചിന്ത എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറെ വീഴ്ചയും പരാജയങ്ങളും ബലഹീനതകളും ഒക്കെയുള്ളയാളാണ് ഞാൻ, നിങ്ങളെല്ലാവരെയും പോലെ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം പലതും ചെയ്യുവാൻ, പറയുവാൻ, ആമീൻ, മോമെന്റ് എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ആമീൻ, വാട്ട് ഡസ് ഗോഡ് വാണ്ട് മീ ടു ഡു? ദൈവത്തിന് സ്തോത്രം. ദൈവം തമ്പുരാൻ ഈ സാഹചര്യത്തിൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഒരു ഭാരം വരുത്താമോ എന്ന് വിചാരിക്കുമ്പോൾ, ഒരു വേദന വരുത്താമോ എന്ന് വിചാരിക്കുമ്പോൾ, എൻ്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചുവട് വെച്ച് എൻ്റെ ദൈവത്തെ ആദരിച്ച് മുൻപോട്ട് പോകുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ദൈവസഭയിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആശയം രൂപീകരണം വേണം. രണ്ടുപേര് തമ്മിൽ മത്സരിക്കുന്നതിന് ദൈവസഭയിൽ സ്ഥാനമില്ല. കഴിഞ്ഞ രാത്രി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലെസ്ലി വളരെ മനോഹരമായി അക്കാര്യം പറഞ്ഞല്ലോ. സ്തോത്രം. എൻ്റെ കാര്യം എങ്ങനെയും നടന്നു കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുവാൻ ദൈവത്തിൻ്റെ സഭയിൽ സ്ഥാനമില്ല. സ്തോത്രം. ഞാൻ പാസ്റ്ററാണ്, ലീഡ് പാസ്റ്ററാണ്, ഞാൻ പറയുന്നത് നടക്കണം എന്ന് പറയുവാനും സ്ഥാനമില്ല. എൻ്റെ ദൈവത്തിൻ്റെ വഴിയാ ദൈവഭവനത്തിൽ, നമ്മുടെ വീടുകളിൽ, എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്നത്. നമ്മുടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തെ മറന്ന് കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ഭാര്യയെ ഓർത്ത് അല്ല ദൈവസഭ പണിയേണ്ടത്. കർത്താവിന് സ്തോത്രം. എവിടെ എന്ത് സംഭവിച്ചാലും ദൈവത്തിന് മഹിമ. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഓർത്തുകൊള്ളണം, എൻ്റെ തമ്പുരാൻ്റെ വഴി എന്താണ്, തമ്പുരാൻ്റെ മാർഗം എന്താണ്, തമ്പുരാൻ്റെ ശബ്ദം എന്താണ്, അത് കേൾക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ് തമ്പുരാൻ അവിടെ നിർത്തുകയല്ല. ദൈവം എന്നിട്ട് പറയുകയാ, എന്നെ മാനിക്കാത്തവൻ, എന്നെ നിന്ദിക്കുന്നവൻ, എന്നെ, ഹല്ലേലൂയ, എൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിയാത്തവനെ ഞാൻ എക്സ്പോസ് ചെയ്യും, അവനെ ഞാൻ വെറും ഒന്നുമല്ലാത്തതാക്കി കാണിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ തമ്പുരാൻ അത് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് എന്തോ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ എക്സ്പോസ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, കർത്താവേ, നമുക്ക് ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹിമ. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോട്ടെ. അത് തന്നെ നീ കുറച്ചുകൂടെ പറയാനുണ്ട്. സ്തോത്ര. സങ്കീർത്തനക്കാരൻ 18-ാം സങ്കീർത്തനത്തിൽ പറയുന്ന വാക്കുകള്, യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എന്നെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം എനിക്ക് പകരം നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പിന്നെ അടുത്ത വാചകമാ. ആമേൻ. അത് വളരെ പിന്നെ വാക്കുള്ളതാ. ദയാലുവോട് നീ ദയാലുവാകുന്നു,
നിഷ്കളങ്കനോട് നീയെ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീയെ നിർമ്മലനാകുന്നു. സ്തോത്രം. അടുത്തത് വായിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു ചോദ്യമാണ്, ദൈവം വക്രനാണോ? സ്തോത്രം. വക്രനോട് നീയെ വക്രനാകുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം വക്രനല്ല. സ്തോത്രം. എന്നാ അതാ ബാക്കിയൊന്നും മറക്കത്തില്ല. ഇതൊട്ടും മറക്കരുത്. ഇത് ഉള്ളത്തിൽ പതിപ്പിച്ചോണം. തമ്പുരാൻ്റെ അടുത്ത് നമ്മുടെ ഒരു വേലയും നടക്കത്തില്ല. അതാ അവിടുത്തെ ഭാഷ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം തമ്പുരാൻ്റെ അടുക്കല് ഒരു വേലയും നടക്കത്തില്ല. ഇന്ന് നാം എഴുതിയത് കൊണ്ടും ഫോൺ വിളിച്ചത് കൊണ്ടും പണം ചിലവഴിച്ചത് കൊണ്ടും ആൾബലമുള്ളത് കൊണ്ടും നമുക്ക് 4 പേരെ ശബ്ദം വെക്കാനുള്ളത് കൊണ്ടും കുറച്ചൊക്കെ നേടിയേക്കാം. എന്നാൽ തമ്പുരാൻ പറയുന്നത് നിന്നെ മൂക്കിൽ കയറിട്ട് ഇരുത്തേണ്ടിടത്ത് ഇരുത്തുവാൻ എനിക്ക് സാധിക്കും. അതിനുള്ള സമയം നീ നോക്കിക്കഴിഞ്ഞോ എന്ന് തമ്പുരാൻ പറയുവാനുള്ള. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വക്രനോട് നീ വക്രനാകുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് സ്തോത്രം. എന്റെ തമ്പുരാന്റെ ദയ നമുക്ക് പകരപ്പെടണോ? ദയാലുക്കളായിരിക്കും നമ്മൾ. ദൈവം നമ്മളോട് തന്റെ കൃപ കാണിക്കണോ? മറ്റുള്ളവരോട് നീ കൃപ കാണിക്കുക. 27-ാം വാക്യം, എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടത്തുന്നവരെ നീ താഴ്ത്തും. ഹല്ലേലൂയ. അവിടെ തന്നെ നിന്ന് എന്തൊക്കെ പറയാൻ കഴിയും? ഞാനത് വിടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 147-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യം. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് പ്രസാദം വരുന്നത് എവിടുന്ന? അശ്വബലത്തിൽ അവൻ ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ബലത്തിൽ ഉരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ ഹല്ലേലൂയ, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെയുള്ള ഈ പകൽക്കാലം എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു? നാം കൊടുക്കുന്നതോ? ദൈവ കൂട്ടായ്മയിൽ നമുക്കൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ ടൈറ്റിലോ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് കുറെ സ്വാധീനമോ, ഇതൊന്നുമല്ല. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്നിടത്ത് പ്രസക്തം എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവഭയത്തോടെയുള്ള ഹൃദയത്തോടെ ഈ ഡോറുകളിൽ കൂടെ പ്രവേശിച്ചോ, ഈ ആലയത്തിലായിരിക്കുന്നുവോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൈവമക്കളെ. ഹല്ലേലൂയ. The Lord takes pleasure in those who fear him. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് വായിച്ച് ആ ഭാഗത്തു നിന്ന് നമുക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നാണത്. 12:26, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഇത് പറഞ്ഞിട്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. കർത്താവ് അവിടെ നിന്ന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ആവശ്യത്തിന് പറഞ്ഞു. എങ്കിലും നിന്റെ കർത്താവിൻ്റെ വാക്ക് അത് കണ്ടപ്പോൾ ഒന്ന് പറയാൻ എനിക്ക് തോന്നി. സ്തോത്രം. നമുക്ക് എപ്പോഴും ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചേക്കുന്നേ, എൻ്റെ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചേ, എന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തിയതാണ് അവനെ, എന്നെ കഴുകിയതാണ് അവനെ, എൻ്റെ പാപത്തെ അവൻ മറച്ചതാണ്, എന്നെ നാൾതോറും വിശുദ്ധീകരിച്ച് എന്നെ കാക്കുന്നതാണ്. അവൻ എന്നെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മാനിച്ച് മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഒത്തിരി വാചാലനാകാതെ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹിഡൻ ടാലൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മലയാളത്തിൽ കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പോകത്തില്ല. ഹിഡൻ ടാലൻസ് നമുക്ക് രണ്ടിടത്താണ് വേദപുസ്തകത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 19-ലും മത്തായിയുടെ സുവിശേഷം 25-ാം വാക്യത്തിൽ. രണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞത്, രണ്ടും തൻ്റെ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ പറഞ്ഞത്. ഒന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞത്, ഒന്ന് എരിഹോവിന്റെ ഭാഗത്തായപ്പോൾ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, മറ്റത് യെരുശലേമിലായിരുന്ന സമയത്ത്. കർത്താവിനത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട്. ഒരിടത്ത് ടാലന്റ് എന്ന വാക്ക് സ്തോത്രം, മറ്റേടത്ത് മിന എന്ന പണത്തെക്കുറിച്ച് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കുഴിച്ചിടപ്പെട്ട ഒരു പണമുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ വ്യത്യസ്തം. ഇവിടുത്തെ വിഷയം ഈ ചെറുപ്പക്കാരെല്ലാം യഹൂദയിൽ നിന്ന് പിടിക്കപ്പെട്ടു വന്നിരിക്കുന്ന കുലീനന്മാരും പിന്നെ രാജവംശത്തിൽപ്പെട്ട ആളുകളും ഒരു പ്രതീക്ഷയും കൂടല്ല ഇവിടെ വന്നേക്കുന്നത്. സ്തോത്രം. ഈ ബാബിലോണിൽ വന്നിരിക്കുന്നത് ഇവിടെ മരിച്ചവസാനിക്കുവാൻ, പട്ടിണി കൂടാതെ ജീവിക്കാൻ ഒത്താൽ, ആയുസ്സിന് കുറെ ദൈർഘ്യം ഉണ്ടായെങ്കിൽ
എന്നൊക്കെ വിചാരിച്ച് കടന്നു വന്നിരിക്കുന്ന ആളുകളാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെപ്പോലെ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരൊന്നുമല്ല, ഇവർ പിടിക്കപ്പെട്ടുകൊണ്ട് വന്നവരാ. ആമേൻ. ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്നും അവരുടെ ഹിതത്തിനെതിരെ നിർബന്ധപൂർവം പിടിക്കപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് വന്ന അടിമകളെ പോലെയാണ് ഇവരെന്ന് നിങ്ങൾ ഓർക്കണം. നമ്മളെ ഒക്കെ പഠിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ, നേഴ്സസ്, ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്നവര്, പാസ്റ്ററായിട്ട് വന്നവര്, H1 വീസായി വന്നവര്, നമ്മൾ കുറെ പ്രൗഢിയോടുകൂടെ അവിടെ വന്നേ, നല്ല വിദ്യാഭ്യാസത്തോടു കൂടിയാ ഇവിടെ വന്നേ. നമുക്കിവിടെ സാധ്യത ഏറെയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആമീൻ. ഈ രാജ്യവും നമ്മുടെ കോൺട്രിബ്യൂഷനെ വാല്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പോയിരിക്കുന്ന ആളുകളൊക്കെ ഒരു പ്രത്യാശയില്ല. സ്തോത്രം. ഒരാശയ്ക്കും വകയില്ല. അവരുടെ മനസ്സ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നെബൂഖദ്നേസറെ ബുദ്ധിയുള്ള, കഴിവുള്ള, ആമേൻ, വളരെ ഭരണ കഴിവുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. താൻ മനസ്സിലാക്കി ബാബിലോണിയരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല ദൈവത്തെ ആരാധിക്കുവാൻ, രാജ്യം ഭരിക്കുവാൻ തനിക്ക് ആളുകളെ വേണ്ടിയത്, ഇവരുടെ കൂട്ടത്തിലും കഴിവുള്ളവർ കാണും. ദൈവത്തിന് സ്തോത്രം. രാജകുടുംബത്തിൽപ്പെട്ടവരുണ്ട്, കുലീനന്മാരുടെ കുടുംബങ്ങളിൽപ്പെട്ടവരുണ്ട്, നല്ല ബലമുള്ളവരുണ്ട്. ഇവരെ പരിശീലിപ്പിച്ചെടുത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ ഉപയോഗിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ രാജ്യഭരണത്തിൽ അവരെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഈ രാജാവിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. സ്തോത്രം. ഈ മനുഷ്യനത് വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ദാനിയേൽ എന്ന ഈ വലിയ മനുഷ്യൻ ചരിത്രത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം. നെബൂഖദ്നേസർ വലിയ ആളായി. ആമീൻ. കോരേശ് വലിയ രാജാവായി ഭരിച്ചു. ദാരിയാവേശ് വലിയ രാജാവായിട്ട് ഭരിച്ചു. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഒരുപക്ഷെ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ അവര് ദാനിയേലിനെ പോലെ അറിയപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ദാനിയേൽ ഒരു വലിയ മനുഷ്യനായിട്ട് വന്നത് ഈ നെബൂഖദ്നേസരെ, ആമീൻ, മറഞ്ഞിരിക്കുന്ന താലന്തുകളെ അന്വേഷിപ്പാൻ പോയതുകൊണ്ടാണ്. സ്തോത്രം. ഇവിടെ ഒരു വലിയ പാഠമുണ്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ടും. ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒരു പാഠമുണ്ട്. കർത്താവിന് സ്തോത്രം. ആമീൻ. നമ്മുടെ ഉള്ളങ്ങള് അതിനായിട്ട് തുറക്കപ്പെടണം. നേതൃത്വത്തിലുള്ളവരെ അതിനായിട്ട് കണ്ണുകൾ തുറന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും ദൈവത്തിന് സ്തോത്രം, ആമീൻ, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ ദൈവത്താൽ കർത്താവിന് മഹിമ, കഴിവും പ്രാപ്തിയുമുള്ളവരുണ്ടല്ലോ, അവരെ വെളിപ്പെടുത്തി നൽകുമാറാകണമേ. പാടുവാൻ ഏറെ കഴിവുള്ള ആളുകളെ, പ്രാർത്ഥിപ്പാൻ ഏറെ കഴിവുള്ള ആളുകളെ, കർത്താവിന് സ്തോത്രം, പ്രബോധിപ്പിക്കുവാൻ ഏറെ കഴിവുള്ള ആളുകളെ, ദൈവവചനം പഠിച്ച് ഒരുപക്ഷെങ്കിൽ പൂർണ്ണ സമയം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ പ്രാപ്തരായ ആളുകളെ അവരെ നീ വെളിപ്പെടുത്തി നൽകുമാറാകണമേ. ഹല്ലേലൂയ. നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നോക്കി പാർക്കുന്നതൊക്കെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹിമ. കർത്താവ് അങ്ങനെ വെളിപ്പെടുത്തി നൽകുന്നത് കൊണ്ടാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഞാനിത് പറയുന്ന സമയത്ത് ദൈവം നമ്മുടെ സഭയെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. സമീപ സമയത്ത് പലര് പറഞ്ഞു, ഇന്നാരെ ആ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവന്നതിനായി ആമീൻ നിങ്ങളോട് നന്ദി പറയുന്നുവെന്ന്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വന്നല്ല ആ പേര്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരാൾ എന്നോട് പറഞ്ഞു തന്നതാ, ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരോട് പറഞ്ഞതാ. പ്രാർത്ഥിപ്പാൻ സഹോദരനോട് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള എല്ലാവർക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സഭയിൽ അങ്ങനെ ജീവിതങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരുപക്ഷെ ഇത് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. എങ്കിലും ഇത് പറയുമ്പം ഇത്രയും കാലം പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പരസ്യമായിട്ട് എനിക്ക് പറയണം. നെക്സ്റ്റ് സ്ലൈഡ്. അതിലൊന്ന് ഞാനാ, നിങ്ങൾക്കറിയാം. പിന്നെ ആ ദൈവദാസൻ, ഇത് കമ്പ്യൂട്ടറെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ചാക്കിയതാണ് കേട്ടോ. അതൊരു ഫോട്ടോ അല്ല, 2. നിങ്ങളിൽ അനേകരും അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരിക്കും. ഇവിടെ ചണ്ണപ്പേട്ടക്കാരുണ്ട്, പുനലൂക്കാരുണ്ട്. അവർക്ക് 2 കൂട്ടർക്ക് ഒരുപക്ഷെ മനസ്സിലാവും. പുനലൂർ സ്വദേശിയായിരുന്നു അദ്ദേഹം. ചണ്ണപ്പേട്ട ദൈവസഭയിൽ അദ്ദേഹം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ ദൈവദാസൻ ഇല്ലായിരുന്നെങ്കിൽ പി വി തോമസ് ആകത്തില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ ഭാര്യാവരെ യോനാച്ചാനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ദൈവദൂത് തയ്യാറാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇദ്ദേഹത്തെക്കുറിച്ച് പറയണം. ഇന്നലെ രാത്രി ഈ പടം കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തേ.
കർത്താവിന് സ്തോത്രം. ഇത് നാട്ടിലുള്ള ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു കൂട്ടായ്മ നടത്തിയപ്പോൾ എടുത്ത പടവാണ്. 74 ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ദേശത്തെ ദൈവശുശ്രൂഷകനാണ്. എന്നിലുള്ള ദൈവ കൃപയും ദൈവത്തിൻ്റെ വിളിയും യോനാച്ചായൻ പ്രവാചക ആത്മാവിൽ ദർശിച്ചിട്ടുണ്ട്, അല്ലാതെ ഏറെ ദർശിച്ച ദൈവദാസന. ചുരുക്കി ഞാൻ പറയാം, ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ആർ തങ്കച്ചൻ എന്ന പേര്, അത് നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ദേശത്തു നിന്ന് 3 പേര് അവിടെ പഠിക്കാൻ നേരത്ത് അപ്ലൈ ചെയ്തു. എനിക്ക് മാത്രം അഡ്മിഷൻ കിട്ടി. എന്നോട് ചർച്ചിലെ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത 2 പേർക്കും അവരുടെ വീട്ടുകാർക്ക് അവരുടെ ആവശ്യത്തിന് പണം കൊടുത്ത് പഠിപ്പിക്കാൻ സാഹചര്യമുള്ളവരാണ്. എനിക്കൊന്നുമില്ലാത്ത ആളാണ്. ഞങ്ങളുടെ സഭയിലെ അച്ചായന്മാർ പറഞ്ഞു, അപ്പച്ചന്മാർ പറഞ്ഞു, ഇടാ പൊയ്ക്കോ, 25 രൂപ ഞങ്ങളെല്ലാം മാസം അയച്ചു തരാം, നിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അത് മതി. നമുക്ക് 25 വലിയ കാര്യമാണ്. നിനക്ക് അവർ മുഴുവൻ സമയം സ്കോളർഷിപ്പ് വന്ന് അഡ്മിഷൻ തരും. ഞാൻ സന്തോഷിച്ചു. അഡ്മിഷൻ വന്നപ്പോൾ മറ്റേ 2 പേർക്കില്ല, എനിക്ക് മാത്രം. പക്ഷേ 70 രൂപ എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ പൈസ. അന്ന് 70 രൂപ ആണ് ഒരു മാസത്തെ ആഹാരത്തിൻ്റെ ചിലവ്. ഈ 70 രൂപ കൊടുക്കണം. നമ്മളിവിടുന്ന് 70 രൂപ, നമുക്ക് 25 രൂപയുടെ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ അവരെ ഒരു സ്ലിപ്പ് എഴുതി തിരിച്ചയച്ചു കൊടുക്കണം. അപ്പോൾ 25 അവിടെ എഴുതി, ഇന്നലത്തെ പോലെ ഓർമ്മയാണ്, എഴുതിയിട്ട് ഇത് അയക്കാൻ എല്ലാം തയ്യാറായി പാസ്റ്ററോട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചെയ്യാൻ പോവാം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പാഴ്സനേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, അതൊരു മുറ്റം, അദ്ദേഹം എന്നോട് എൻ്റെ വീട്ടിലെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഈ 2 പേർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലല്ലോ, ഇന്നത്തെ കാലത്ത് അവിടെ ഒരു അഡ്മിഷൻ വളരെ പ്രയാസമാണ്, വിശ്വാസത്താൽ പോകാമെങ്കിൽ പോകണം. എൻ്റെ ഹൃദയത്തെ അത് രൂപാന്തരപ്പെടുത്തി. ഞാൻ എന്നിട്ട് അത് വെട്ടി 25 വെട്ടി 70 ഇട്ട് അയച്ചു. അപ്പോൾ എന്നോട് ഞങ്ങളുടെ നാട്ടിലെ അച്ചായന്മാർ പറഞ്ഞേക്കുന്നത്, നീ അങ്ങ് പോയാൽ മതി, അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ കഥ കേൾക്കുമ്പോൾ അവർ നിനക്ക് ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കും. 4 ആഴ്ച പഠിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും ഇങ്ങനെ വിളിച്ച്, പ്രിൻസിപ്പൾ ഒരു വെള്ളക്കാരനാണ്, അവരിങ്ങനെ ഓരോന്നും ചോദിച്ചു. പണത്തിൻ്റെ കാര്യം ചോദിക്കുന്നത് പ്രിൻസിപ്പളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ ഇല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ 70 തരാമെന്നും പറഞ്ഞ് എഴുതിയതാ, തരാൻ വയ്യായെങ്കിൽ മടങ്ങിപ്പോണമെന്ന് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഇന്നും ഞാൻ ഓർക്കുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി. എന്നാൽ അവർ പാക്ക് ചെയ്ത് പൊക്കോളാനൊന്നും പറഞ്ഞില്ല. ഈ ദൈവദാസനത് അറിഞ്ഞിട്ട് 400 രൂപ ഒരു മാസം ദൈവസഭയിൽ നിന്ന് എനിക്ക് വരുമാനമുള്ളൂ. താനെ അവിടെയുള്ള പ്രിയപ്പെട്ടവരോടെ 2, 3, 5 രൂപ കളക്ട് ചെയ്ത് എന്നെ പഠിപ്പിച്ചതാണ്. നമുക്ക് ജീവിതങ്ങളെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുവാൻ ദൈവം കൃപ നൽകുമ്പോൾ ചെയ്യണം. എൻ്റെ സമയം തീരെ. കൊയർ പ്ലീസ് കം അപ്പ്. കർത്താവിന് സ്തോത്രം. ആ അധ്യായത്തിൽ നിന്നും വേറെ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ നോക്കട്ടെ. ഒരു ഉൾക്കാഴ്ച ഉണ്ടായാൽ വീണ്ടും നമുക്ക് അവിടെ മടങ്ങി വരാം, അല്ലെങ്കിൽ അത് പൊക്കോട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം ഈ പ്രാർത്ഥനയുണ്ടാകണം. കർത്താവെ, ഹിഡനായിട്ടിരിക്കുന്ന ആളുകളെ കണ്ടെത്തി. ആ ദൈവദാസനെ എന്നെ വിശ്വാസത്താൽ പോകുമെന്ന് പറഞ്ഞിട്ട് വിടാമായിരുന്നു. പക്ഷേ അത് പറഞ്ഞ് വിശ്വാസം മാത്രം പഠിപ്പിക്കുകയല്ല, പിന്നെ താൻ അവിടെ ഇരുന്ന കാലത്ത് മുഴുവൻ താൻ എനിക്ക് വേണ്ടി പണം കളക്ട് ചെയ്ത് 1 മാസം പോലും ഫെയിലാകാതെ എനിക്ക് അയച്ചു തന്ന് ഞാൻ ഫീസ് കൊടുത്ത് പഠിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് മഹിമ. ഞാൻ ഇന്ന് ജീവിതത്തിൽ ഓർക്കുമ്പം അതുപോലെ ആരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാലും കർത്താവിന് സ്തോത്രം. എനിക്കെന്ത് ലഭിക്കുമെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, ഒരു ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഒരു ആരാധനാലയം പണിയപ്പെടുന്നതിന് വേണ്ടി കർത്താവേ സ്തോത്രം, എനിക്കിടയാകണമേ. കർത്താവിന് മഹിമ. മറഞ്ഞിരിക്കുന്നതിനെ കണ്ടെത്തി ദൈവത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവമക്കളെ, കർത്താവിന് മഹിമ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം, നമ്മുടെ മധ്യത്തിൽ
കൃപയുടെ വ്യാപാരം പ്രിയപ്പെട്ടവരിൽ ജ്വലിക്കുവാൻ ഇടയാകുമാറാകട്ടെ. കർത്താവിന് മഹിമ. പൗലോസ് എഴുതുമ്പോൾ പറയുകയാണ്, നിന്നിൽ പകരപ്പെട്ട ദൈവകൃപയെ നീ ജ്വലിപ്പിക്കുമാറാകണം. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള പ്രാർത്ഥന വരുമ്പോൾ ആമീൻ, അത് ജീവിതത്തിന്റെ ഏത് തുറകളിലുമാകട്ടെ, അവരിൽ പകരപ്പെട്ട ദൈവകൃപ ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാവർക്കും ഇടയാകുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. നിന്നെ മാനിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ ഓർക്കാതെ ഒന്നും പറയുവാനും ചെയ്യുവാനും ഇടയാകുമാറാകരുതേ. നിന്നാൽ ഞങ്ങൾ നിന്ദിക്കപ്പെടുവാൻ ഇടയാകരുതേ. ഹല്ലേലൂയ. യേശുനാഥനെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെളിപ്പെടുത്തുമാറാകണം. ആമേൻ. കഴിവുള്ള ഓരോരുത്തരെയും കർത്താവ് കാണിച്ചു തരണം. അവരെ ഞങ്ങൾ രൂപപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കൂടെ നിന്ന് ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും ഏറെ അനുഗ്രഹമുണ്ടാകുവാൻ കർത്താവേ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.